തുടരാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. അടുത്തയാഴ്ച വീണ്ടും നോട്ടീസ് നൽകാനാണ് SITയുടെ നീക്കം. ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടും. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് SITയുടെ വിലയിരുത്തൽ. ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും വിളിപ്പിച്ചേക്കും. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, PS പ്രശാന്തിനെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. കൂടുതൽ വിവരങ്ങൾ തേടാൻ SIT ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് PS പ്രശാന്തിന് വീണ്ടും കുരുക്കാകും എന്ന ലക്ഷണം കാണുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി, ഏത് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയാണ് PS പ്രശാന്തിൽ നിന്ന് SIT തേടുന്നത്? ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പവും അതിനോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊണ്ടുപോകുന്നത് 2019 ആദ്യം. അന്ന് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതിനുശേഷം 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിനുണ്ടായിരുന്നത്. പിന്നീട് അതിൽ മംഗലേൽക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 2025 ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോകുന്നുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരുന്നത്. അത് കൊണ്ടുപോയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ ഒരു കണ്ടെത്തൽ. ഈ സ്വർണ്ണപ്പാളികൾ ഒരു കാരണവശാലും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ അത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 2025 പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും അത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അത് മാത്രമല്ല, ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ വീഴ്ചയായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന. ഈ സാഹചര്യത്തിലാണ് വീണ്ടും വിളിപ്പിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി വിളിച്ചു വരുത്തും. സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. അത് ഗുരുതരമായ വീഴ്ച പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘമുള്ളത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല സിജോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു UDF കൺവീനറിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. അടുത്ത ആഴ്ച ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് SITക്ക്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ പറഞ്ഞ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത്? ഈ 4-ാം തീയതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിന് മുന്നോടിയായി തന്നെ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രശാന്തിനെ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക, ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. പക്ഷേ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് പ്രശാന്തിൽ നിന്ന് പ്രാഥമികമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായും സമർപ്പിക്കുക. എന്തായാലും കഴിഞ്ഞ തവണ ഇത് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് SITക്ക് നേരെ ഉണ്ടായത്. അതിൽ 2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരുന്നത്. December 5 ശേഷം ഈ കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഉന്നത തലത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത്. ഇവരിൽ നിന്നുള്ള മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യും. ഇനി കൂടുതൽ സമയം കൂടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കുറച്ചുകൂടി ഡെപ്ത് ഉള്ള ഒരു കേസാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു, കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ട്, കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും അധിക സമയം കൂടി ചോദിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്.